ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. എൻ്റെ ഗാർഡനിൽ പലതരത്തിലുള്ള ചെടികൾ, അതായത് പൂച്ചെടികൾ, ഇലച്ചെടികൾ, ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഞാൻ വളർത്തുന്നുണ്ട്. അതിൻ്റെ എല്ലാം വീഡിയോകൾ ഓരോ പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഓരോ ചെടികളും അവയ്ക്ക് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ, പരിചരണം എല്ലാ കാര്യങ്ങളും ഈ വീഡിയോകളിലൂടെ ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെടികൾ വളർത്തുന്നവർക്കും അതുപോലെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊരു ഇൻസ്പിറേഷൻ ആവും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ആദ്യത്തെ എൻ്റെ ഒരു വീഡിയോയിൽ അന്ന് എൻ്റെ തോട്ടത്തിലുണ്ടായിരുന്ന പൂച്ചെടികളെയും പൂക്കളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനെനിക്ക് ഒരുപാട് നല്ല കമൻസൊക്കെ കിട്ടിയിരുന്നു. വീടിൻ്റെ മുൻവശത്ത് വഴിയായതുകൊണ്ട് വളരെ കുറച്ച് സ്ഥലത്താണ് ഞാൻ ചെടികൾ വെച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടെങ്കിലും ഭംഗിയിൽ അറേഞ്ച് ചെയ്യാനൊന്നും അതുകൊണ്ട് പറ്റാറില്ല. എങ്കിലും ഗാർഡനിങ്ങിനോടുള്ള എൻ്റെ ഒരു പാഷൻ കാരണം ഏത് ചെടി കിട്ടിയാലും അത് ഞാൻ വെച്ച് പിടിപ്പിക്കും. എവിടെ പോയാലും ഒരു പുതിയ ചെടി കൊണ്ടുവരാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത്. ശരിക്കും ഒരു ചെടി നട്ട് അതിൽ പുതിയ ഇല വന്ന് മൊട്ടുകൾ വന്ന് ആദ്യത്തെ പൂ വിരിയുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ്. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ചെടികളെ പരിചരിച്ച് പൂക്കളെ നോക്കി നിൽക്കുമ്പോൾ അതൊക്കെ ഞാൻ മറക്കാറുണ്ട്. ചെടികൾ അധികം പൈസ കൊടുത്ത് വാങ്ങി വയ്ക്കാറില്ല. റോസാ ചെടികൾ മാത്രമാണ് അങ്ങനെ വാങ്ങിയിട്ടുണ്ടാവുള്ളൂ. റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്നും അയൽ വീട്ടിൽ നിന്നൊക്കെ ചെറിയ കമ്പുകൾ വാങ്ങി വെച്ചിട്ടാണ് കൂടുതൽ ഞാൻ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എവിടേക്കെങ്കിലും ടൂറ് പോയാലൊക്കെ അവിടെ റോഡ് സൈഡിലൊക്കെ കാണുന്ന നല്ല പൂക്കളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ചെറിയ കമ്പുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ വീട്ടിൽ നടാറുണ്ട്. ഈ ബ്ലൂ കളറിലുള്ള മോർണിംഗ് ഗ്ലോറി കണ്ടോ, ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് ഞാൻ കൊടൈക്കനാലിൽ അവിടെ റോഡ് സൈഡിൽ കണ്ടപ്പോൾ അവിടെ നിന്നൊരു ചെറിയ കമ്പ് കൊണ്ടുവന്നിട്ട് ഇവിടെ നട്ടുപിടിപ്പിച്ചതാണ്. ഇത് മാത്രമല്ല കേട്ടോ, വേറെയും കുറച്ച് ചെടികളുണ്ട്. അതുപോലെ ഈ വെൽവെറ്റ് ചെടി എവിടെയോ പോയി വരുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ട് കൊണ്ടുവന്ന് നട്ടതാണ്. ഒരു 2 പ്രായത്തിൽ നട്ടതാണ്. ഇപ്പോൾ അതിൻ്റെ പൂക്കൾ കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊന്നല്ല കേട്ടോ, ഇത്രയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എൻ്റെ കൊങ്ങിണി ചെടികളെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ 4 തരം കൊങ്ങിണി ചെടികളാണ് എൻ്റെ ഗാർഡനിലുള്ളത്. അതിലേറ്റവും കൂടുതൽ പൂക്കളായി നിൽക്കുന്നത് ഈ ഇളം പിങ്ക് നിറത്തിലുള്ള ചെടിയാണ്. എല്ലാറ്റിലും പൂക്കളുണ്ട്, എന്നാലും കൂടുതൽ പൂക്കളുള്ളത് ഇതിലാണ്. ഇനി എൻ്റെ കയ്യിലുള്ള മറ്റ് ചെടികളൊക്കെ കാണണ്ടേ. ഇതൊക്കെ ചെറിയ ചെടികളാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ വളരെ ചെറിയ കമ്പ് നട്ടുപിടിപ്പിച്ചതാണ്. നട്ടിട്ട് അധികമായിട്ടും ഇല്ല. അപ്പോഴേക്കും കണ്ടോ, പുതുതായി വന്ന തണ്ടിലൊക്കെ പൂക്കളായിട്ടുണ്ട്. ഈ ചെടി ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഞാൻ നട്ടിട്ടുള്ളത് നമ്മൾ ഐസ്ക്രീം ആകുമ്പോൾ കിട്ടുന്ന പാത്രമല്ലേ, അതിലാണ് കേട്ടോ. അത് ശരിക്കും ചെറിയൊരു ചെടിച്ചട്ടി പോലെയല്ലേ കാണാനും. അതിൻ്റെ അടിയിൽ വെള്ളം വാർന്ന് പോകാനായിട്ട് 2-3 ഹോളും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ചെറിയ കമ്പ് പിടിപ്പിച്ചെടുക്കാനൊക്കെ നമുക്ക് ഇങ്ങനത്തെ പാത്രങ്ങൾ വളരെ നല്ലതാണ്. ഞാനിതുപോലത്തെ പാത്രങ്ങളൊന്നും കളയാറില്ല. എല്ലാം ഇതുപോലെ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കും. മറ്റ് 2 ചെടികൾ വെച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ നട്ട്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പാത്രങ്ങളില്ലേ, അതിലാണ് കേട്ടോ. ഏതെങ്കിലും ചെറിയ സ്ഥലത്ത് ഒതുക്കി വയ്ക്കാം. അതുപോലെ കുറച്ച് പോട്ടിംഗ് മിക്സ് മതി. വളരെ കുറച്ച് വെള്ളം ചാരി കൊടുത്താലും മതി. കമ്പ് പെട്ടെന്ന് പൊടിച്ച് കിട്ടും. വേര് പിടിച്ചൊന്ന് ഹെൽത്തി ആയിട്ട് വരുമ്പോൾ നമുക്കത് വേര് പൊട്ടാതെ വേറെ ചട്ടിയിലേക്ക് മാറ്റി നടുകയും ചെയ്യാം. ഞാൻ ഈ ചെടികളൊക്കെ അതുപോലെ പുതിയ ചട്ടിയിലേക്ക് മാറ്റി നടാൻ പോവാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 2 ചട്ടികൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിറച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ആദ്യം കരിയിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മേലെ മണ്ണും കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഒരുപാട് ചട്ടികൾ നിറച്ച് ചട്ടി നിറയ്ക്കാനിപ്പോൾ മണ്ണില്ലാണ്ടായി. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാത്തരം ചെടികളും നടാൻ പറ്റുന്ന ഒരു പോട്ടി മിക്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം കരിയില, പിന്നെ കുറച്ച് മണ്ണ്, പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് പോട്ടി മിക്സ് കൂടെ ഇട്ടിട്ട് ബാലൻസ് ചെയ്യും. ഇതിൽ ഞാനിപ്പോൾ കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട് അടിവളമായിട്ട്. പിന്നെ നമ്മുടെ പോട്ടി മിക്സിലും ബയോ ഫെർട്ടിലൈസേഴ്സൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ചാണകപ്പൊടി മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. ഇതാണ് കേട്ടോ നമ്മുടെ പോട്ടി മിക്സ്. ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും ഒക്കെ പറ്റുന്നതാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഈ മഞ്ഞക്കൊങ്ങിണിയാണ് കേട്ടോ ഞാൻ മാറ്റി നടാനായി പോണത്. നമുക്ക് ഈ ചെടി വെച്ചിട്ടുള്ള പാത്രത്തിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് നന്നായി തട്ടി കൊടുക്കാം. പിന്നെ ഇത് ചെറിയൊരു പാത്രമാണല്ലോ, ഇതിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോരും. കൊങ്ങിണിച്ചെടിയിലൊക്കെ പെട്ടെന്ന് നല്ല നീളത്തിൽ വേര് വരും. അപ്പോൾ അതിൻ്റെ ഹോളുകളിലൂടെ, ചട്ടിയുടെ ഹോളിൽ കൂടെയൊക്കെ വേര് വളർന്നിട്ട് മണ്ണിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ മണ്ണിലേക്കൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് അതിൽ മുമ്പ് തന്നെ അങ്ങനെ വേരുകൾ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് മാറ്റി നടാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാനിത് എടുക്കാൻ പോവാണ്. ഒന്നും കൂടെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്, വേരുകളൊന്നും പൊട്ടാതെ. വേരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പടർന്ന് വരുന്നുള്ളൂ. ഇനി നമുക്ക് വേരൊന്നും അനക്കാതെ തന്നെ ഇത് ഈ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഞാനിത് ചകിരിച്ചോറും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സിലാണ് ഇത് നട്ടിട്ടുള്ളത്. നല്ല ഇളക്കമുള്ള മണ്ണാണ്, അതുകൊണ്ട് തന്നെ ഇത് മാറ്റമൊന്നും വേണ്ട. അങ്ങനെ തന്നെ നമുക്ക് ഈ ചട്ടിയുടെ നടുവിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ അവിടെ ഒരു ഹോള് പോലെ, ഞാനതിൽ ഒരു കുഴി പോലെ ആക്കിയിട്ട് അത് ഒന്ന് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ചട്ടിയുടെ മുക്കാൽ ഭാഗത്തോളം നമ്മുടെ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ അടിവളമായിട്ട് കുറച്ച് ചാണകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പോട്ടി മിക്സിൽ ജൈവവളങ്ങൾ കലർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി പെട്ടെന്ന് വേറെ വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ചട്ടിയിൽ ഇതൊന്ന് വേര് പിടിച്ച് നന്നായി വളർന്ന് തുടങ്ങിയതിന് ശേഷം മാത്രം ഇതിൽ വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. വളർന്നു വന്ന ചെടികൾക്ക് ഞാൻ സാധാരണ ഇട്ട് കൊടുക്കാറുള്ളത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ പഴത്തൊലി വെള്ളത്തിലിട്ട്, തേയില വെള്ളത്തിൽ പഴത്തൊലി ഇട്ടിട്ട് പുളിപ്പിച്ചതിന് ശേഷം ആ വെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. അതാണ് ഞാനിതിന് മെയിനായിട്ട് ഒഴിച്ചു കൊടുക്കാറുള്ള വളം. എൻ്റെ റോസാ ചെടികളിലും അതുപോലെ മറ്റ് പൂച്ചെടികളിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന വസ്തുക്കളൊക്കെ വെച്ചിട്ട് ഒരുപാട് ജൈവവളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് കാണാനായിട്ട് ശ്രമിക്കണം, അതുപോലെ ഉണ്ടാക്കി നോക്കണം. വളരെ നല്ല റിസൾട്ടാണ്. ഇപ്പം നമ്മുടെ മഞ്ഞക്കൊങ്ങിണി പുതിയ ചട്ടിയിലേക്ക് മാറ്റി നട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ സെൻറ്ററിൽ മഞ്ഞ നിറത്തിലും പിന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് വെള്ള നിറത്തിലുള്ള പൂക്കളാണ് വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ ഇത്. വിരിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ മഞ്ഞ നിറം കുറഞ്ഞു വരും. ഇനി നമുക്കിത് മാറ്റി നടാനായിട്ട് ഈ ചട്ടി ഞാൻ സൈഡിലൊക്കെ നന്നായി ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല ഇളക്കള്ളം പോട്ടി മിക്സ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിതിൽ നിന്ന് വിട്ട് കിട്ടും. പിന്നെ ഇത് കുറച്ച് മറ്റേ ചട്ടിയേക്കാളും കുറച്ചും കൂടെ വലുപ്പമുണ്ടല്ലോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഐസ്ക്രീമിൻ്റെ പാത്രമാണ്. ഇപ്പോൾ ഇതാ വേരൊന്നും പൊട്ടാതെ തന്നെ നല്ല ഭംഗിയിൽ അത് വിട്ടു പോന്നിട്ടുണ്ട്. ഇനി നമുക്കത് പുതിയ ചട്ടിയുടെ സെൻറ്റർ ഒന്ന് കുഴിച്ച് അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചട്ടിയിൽ നിന്ന് വേർപ്പെടുത്തി എടുക്കുമ്പോൾ ഈ ചെടിക്ക് യാതൊരു തരത്തിലുള്ള വാട്ടവും സംഭവിക്കില്ല. അത് എങ്ങനെയാണോ വളർന്നിരുന്നത് അതുപോലെ തന്നെ പുതിയ ചട്ടിയിലും വളർന്നോളും. ഇപ്പം ഞാൻ ഈ ചെടി ഇതിലേക്ക് വെക്കാൻ പാകത്തിന് ഈ സെൻറ്ററിൽ മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ആ ചെടി അതിലേക്ക് പതുക്കെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ചെടിയുടെ കടഭാഗം വല്ലാതെ മേലേക്ക് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മണ്ണ് മാറ്റി കൊടുത്തിട്ട് വെക്കണത്. അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് ചേർത്ത് കൊടുക്കാനും വളങ്ങൾ ഇട്ട് കൊടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. കൊങ്ങിണി ചെടികൾ സാധാരണ നമ്മൾ മണ്ണിൽ വെച്ച് കൊടുത്താലും നന്നായി പിടിച്ചു കിട്ടും, നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. പൂക്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. എനിക്കിപ്പോൾ ഇവിടെ മണ്ണിൽ വെക്കാനായിട്ട് സ്ഥലം തീരില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചട്ടിയിൽ തന്നെ വെക്കണത്. ഇനി ചട്ടിയുടെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഞാൻ പോട്ടി മിക്സ് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ചട്ടിയുടെ മുക്കാൽ ഭാഗത്തോളം ഞാൻ ഈ പോട്ടി മിക്സ് നിറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് മാറ്റി നട്ടതുകൊണ്ട് മഴയും വെയിലൊന്നും തട്ടാത്ത ഒരു സ്ഥലത്ത് വേണം ഇത് കുറച്ച് ദിവസം വെക്കാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിലത്തേക്ക് മാറ്റി വയ്ക്കാം. മഴയുണ്ടെങ്കിൽ മഴ കൊള്ളാതെ ഈ ചട്ടികളൊന്ന് മാറ്റി വയ്ക്കണം. ഇപ്പം ചെറുതായി മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ എൻ്റെ ചെടികളൊക്കെ മഴ കൊള്ളാതെ നോക്കേണ്ട ചെടികളൊക്കെ ഞാനിപ്പോൾ പോർച്ചിലേക്കൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 10 മണി ചെടികളൊക്കെ മഴ കൊണ്ടാൽ പെട്ടെന്ന് നശിച്ചു പോകും. അതൊക്കെ മഴ കൊള്ളാതെ തന്നെ നമ്മൾ മാറ്റി വെക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ കൊങ്ങിണിച്ചെടിയും പുതിയ ചട്ടിയിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട്. 2 ചെടികളും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതിന് കുറേശ്ശെ വെള്ളം തളിച്ച് കൊടുത്തിട്ട് തണലത്തേക്ക് മാറ്റി വയ്ക്കാം. അതിനു മുമ്പ് എൻ്റെ എല്ലാ കൊങ്ങിണിച്ചെടികളും ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വീഡിയോ പിടിക്കണ കണ്ടപ്പോൾ ഇങ്ങോട്ട് വരാതെ തിരിച്ചു പോവാണ് കേട്ടോ. ഞാൻ വിളിച്ചപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആൾ പോയി. അപ്പോൾ ഇനി നമുക്ക് പുതിയ ചട്ടിയിലേക്ക് മാറ്റി നട്ട ഈ ചെടിക്കൊക്കെ കുറേശ്ശെ വെള്ളം ചാറി കൊടുക്കാം.
ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി വലിയ ചട്ടിയിൽ നിറയെ വേരുകളൊക്കെ വന്ന് ഈ ചെടി പെട്ടെന്ന് വളർന്നോളും. കൊങ്ങിണി ചെടികൾ നല്ല വലുപ്പത്തിലൊക്കെ വരും. പിന്നെ നമ്മൾ അത് വല്ലാണ്ട് വലുതായി പോവാണ്ട് വെട്ടി വെട്ടി നിർത്തിയാൽ മതി. ചട്ടിയിലാവുമ്പോൾ വല്ലാണ്ട് വലുതായി പോയാൽ കാണാൻ ഭംഗിയുണ്ടാവില്ല. പല വീടുകളുടെയും മതിലിൻ്റെ മേലെയൊക്കെ പല നിറത്തിലുള്ള കൊങ്ങിണികൾ വെക്കാറുണ്ട്. അങ്ങനെ നിൽക്കണ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അങ്ങനെ കാണുമ്പോൾ ഞാനും പല നിറത്തിലുള്ള കൊങ്ങിണികൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കൊങ്ങിണി ചെടികൾ ഓരോന്നായിട്ട് കളക്ട് ചെയ്ത് ഇപ്പോൾ ഒരു 4 കളർ എൻ്റെ കയ്യിലുണ്ട്. ഇനിയും വയലറ്റ് കൊങ്ങിണി എൻ്റെ കയ്യിലില്ല, അത് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ നല്ല ഡാർക്ക് പിങ്ക് കളറിലുള്ള ഒരു കൊങ്ങിണി ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ അതും കൂടെ വെച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരും. ഞാൻ ഈ ചെടികളൊക്കെ നട്ടിട്ട് ഇതൊന്ന് വളർന്നു തുടങ്ങിയപ്പോൾ പച്ച ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മുടെ കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതിൻ്റെ തെളി അത് നന്നായി ഡൈല്യൂട്ട് ചെയ്തിട്ട് അതൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതിലൊക്കെ നല്ല പോലെ നൈട്രജൻ ഉണ്ട്. അപ്പോൾ ഈ ചെടിക്ക് നല്ല ആരോഗ്യത്തിൽ വളരാനുള്ള നൈട്രജൻ ആ വെള്ളത്തിൽ നിന്നൊക്കെ കിട്ടും. പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വളർന്നു വരുമ്പോഴാണ് പൊട്ടാസ്യം കലർന്നിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ ചായ തിളപ്പിച്ചിട്ട് ബാക്കി വരുന്ന തേയിലച്ചണ്ടി ഉണ്ടല്ലോ, അതിൽ നല്ല പോലെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്താൽ ചെടി നല്ല രീതിയിൽ വളരുകയും ചെയ്യും, പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ പൊട്ടാസ്യം കലർന്ന വളങ്ങൾ പഴത്തൊലി വെള്ളത്തിലിട്ട് അത് നേർപ്പിച്ചൊഴിച്ചു കൊടുത്താൽ അതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ചെടികൾക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒഴിച്ചു കൊടുക്കാറുള്ളത് ആ ഒരു വളമാണ്. ഞാനത് തേയില വെള്ളത്തിലാണ് പഴത്തൊലി ഇട്ട് വെച്ചിട്ട് അതൊരു 3-4 ദിവസം കഴിയുമ്പോൾ അരിച്ച് പിഴിഞ്ഞെടുത്തിട്ട് അത് ഡൈല്യൂട്ട് ചെയ്ത് ഈ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കും. പൂക്കളുണ്ടാവാനായിട്ട് വളരെ നല്ലൊരു ഫെർട്ടിലൈസറാണത്. അതൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തേയിലച്ചണ്ടി നമുക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഈ തേയില വെള്ളത്തിൽ നിന്ന് ചെടിക്ക് വളരാനുള്ള എല്ലാ മൂലകങ്ങളും കിട്ടും. അതുപോലെ പഴത്തൊലിയിലുള്ള പൊട്ടാസ്യം ചെടിയിൽ പൂക്കൾ ഉണ്ടാവാനും സഹായിക്കും. ഈ കൊങ്ങിണി ചെടിയൊക്കെ ഒന്നും കൂടെ വളർന്നു വന്നാൽ കുലകുലയായിട്ട് പൂക്കളുണ്ടാവും. ഇപ്പോൾ തന്നെ ഈ പൂക്കൾ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ. അപ്പോൾ കുലയായിട്ട് പൂക്കൾ ഉണ്ടാവുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. എൻ്റെ കയ്യിലുള്ള 4ാമത്തെ കൊങ്ങിണിച്ചെടി ഇതാണ്. ഇത് തന്നെയാണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് നട്ടുപിടിപ്പിച്ച കൊങ്ങിണിച്ചെടി. ഇതെനിക്കൊരു 2-3 ചട്ടികളിലായിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ നിറയെ പൂക്കളായിട്ട് നിന്നിരുന്നതാണ്. പിന്നെ ഇതിൻ്റെ വേര് താഴേക്ക് വളർന്നിട്ട് ഞാൻ ഈ ചട്ടി മാറ്റി വെച്ചപ്പോൾ വേരൊക്കെ മുറിയാൻ തുടങ്ങിയപ്പോൾ ഞാനിത് ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ മണ്ണിലേക്ക് നട്ടിരിക്കുകയാണ്. ഇത് വല്ലാണ്ട് ഇങ്ങനെ പടർന്ന് വളരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടയറിൻ്റെ ഉള്ളിലാണ് നട്ടിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ ഇത് ഒതുങ്ങി വളർന്നോളും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കൊങ്ങിണി ചെടികളെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ ഈ ചെടികളൊക്കെ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ എൻ്റെ തോട്ടത്തിലെ മറ്റൊരു ചെടിയെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.